മീൻ എങ്ങനെ നല്ല ടേസ്റ്റിൽ മുളകിടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ നിന്നപ്പോൾ പെട്ടെന്ന് ക്യാമറ എടുത്തിട്ട് ഓടി വന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ വെക്കുക, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ ചീരുള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മൂക്കണം. പിന്നെ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് അധികം ഇടണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്ക് പിന്നെ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയും അത്യാവശ്യത്തിന് വേണം, മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് വാളംപുളി നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തിള വരണം. എന്നിട്ടാണ് നമ്മൾ ഈ മീനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീൻ കുറച്ചധികം ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ തിള വന്നിട്ടുണ്ട്. ഇത് പോരാ, ഇതിൻ്റെ നടുഭാഗത്തൊക്കെ നന്നായിട്ട് തിള വരണം. അപ്പോഴേ ഇതൊക്കെ അങ്ങോട്ട് ശരിക്കും മിക്സ് ആവുള്ളൂ. ഇനി ഇത് മിക്സ് ചെയ്ത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അത് നന്നായിട്ട് കുറുകിക്കണമെന്നുള്ളത്. ഈ ഒരു പരുവാവണം ഇത് കുറുകിയിട്ട്. ഈ സമയത്താണ് നമ്മൾ ഫിഷ് ചേർത്ത് കൊടുക്കുന്നത്. ഫിഷും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫിഷ് വേവേണ്ട കുറച്ചൊരു സമയം അത് മതി. നമ്മളെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കറിവേപ്പിലൊക്കെ ഒന്ന് തൂക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കാം. അത്രയും മതി. അപ്പോൾ നമ്മളെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ